വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മുടെ ഭാഷ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്ന പലതും പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്, അതേപോലെ തന്നെയാണ് കർത്താവ് നമ്മളെയും ദൈവത്തിൻ്റെ ഭാഷയും സ്വർഗീയമോ ആത്മീയവുമായ കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാകുവാനിടയാക്കും. ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയാണെന്നും കർത്താവ് എന്താണ് നമ്മുടെ ലൈഫിൽ ട്രെയിൻ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാകും. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾ വളരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, നിങ്ങൾ വളർത്തുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ മാറരുത്. ദൈവം നിങ്ങൾക്കൊരു ദർശനം തരുമ്പോൾ ചിലപ്പോൾ ഒരു കമ്പായിരിക്കും കാണുന്നേ, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, അടുത്തിരിക്കുന്ന ആള് ദേഹത്ത് കേട്ടിട്ട് പറ, ദൈവം ആഗ്രഹിക്കുന്നത്, He want to start a new communication, a conversation from there. അവിടെ നിന്ന് ഒരു കോൺവെർസേഷൻ, ഒരു സംസാരത്തെ ലിഫ്റ്റ് ചെയ്യാനാണ് എൻ്റെ ദൈവം നിനക്ക് ആ ചിത്രം തന്നത്. ഓ, നിങ്ങളെന്താ ആഘോഷിക്കാത്തത്? പക്ഷേ നിങ്ങൾ കണ്ടിട്ട് ചെയ്തത് ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ദൈവം ശ്രമിച്ചത്. കൊച്ചിനെ ആപ്പിൾ കാണിച്ചു കൊടുക്കുവോ ദൈവം? അല്ലെങ്കിൽ ഞാന് മോളെ ഇതെന്താണ്? ആപ്പിൾ. ആപ്പിൾ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുവോ? ഇനി ഞാൻ ശ്രദ്ധിച്ച് പറയുന്നത് കേൾക്കണേ. നിങ്ങളാരെങ്കിലും ഒരു കുഞ്ഞിനെ ഒരു വയസ്സ് കുഞ്ഞായിരിക്കുന്നു മുതലേ ഒരു വാക്കും പറയാതെ ഒരു 20 വയസ്സ് വരെ ഒരു റൂമിനകത്തിട്ട് വളർത്തിയെന്ന് വിചാരിക്കേ, ഒരു വാക്കും പറയാതെ. അതിന് വർത്തമാനം പറയാൻ പറ്റുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നേ? Are you listening or not? ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഒരു വർത്തമാനം ആരും പറയുന്നില്ല, ഒരു മുറിക്ക് അത് അടച്ചതിനെ വളർത്തുക, ആഹാരം കൊടുക്കുന്നുണ്ട്, മിണ്ടുന്നില്ല. അതിനെന്തറിയായിരിക്കുന്നറിയോ? എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം, സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം. കാരണം അത് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന സൗണ്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് വർത്തമാനം പറയാൻ അറിയത്തില്ല. അമ്മ എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അത് അമ്മ എന്ന് പറയാൻ തുടങ്ങി. എന്താ ഇംഗ്ലീഷുകാരുടെ കൊച്ച് അമ്മ എന്ന് പറയാതെ? എന്താ ചൈനീസിന്റെ കൊച്ച് അമ്മ എന്ന് പറയാതെ? കാരണം അത് കേട്ട ലാംഗ്വേജ് അത് പഠിയുന്നേ. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ ഭാഷയാണ് ദർശനങ്ങൾ.
നിങ്ങളെ 2 ഇടി ഇടിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അനങ്ങാതിരിക്കുന്ന കണ്ടിട്ട്. God is trying to communicate to you His language. സംതിങ് നിങ്ങളുടെ മേളിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ ഇന്നു മുതൽ ചിലത് കാണും, ഡൗട്ടേ ഇല്ല. നിങ്ങൾ അവിടേക്ക് കയറുക, ഡൗട്ടേ ഇല്ല. You are getting to another spiritual realm. Come on, shout amen. ഒരു കുഞ്ഞിനെ ശബ്ദം കേൾപ്പിക്കാതെ അടച്ചു വളർത്തിയാൽ അതിനെ പിന്നീട് ഭാഷകൾ പഠിപ്പിച്ച് പ്രായമുള്ള പക്വതയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളാക്കി മാറ്റാൻ എത്ര പാടുപെടുന്നുവോ അതാണ് നിങ്ങളുടെ സ്ഥിതി ഇപ്പോഴത്തെ. The same situation. നിങ്ങൾക്ക് സ്പിരിച്വൽ ലാംഗ്വേജ് അറിയത്തില്ല. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ചിത്രങ്ങൾ. മനുഷ്യൻ അത് കണ്ടിട്ടാണ് ചിത്രങ്ങൾ ഉണ്ടാക്കിയത്. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളാണ് വിഷനുകൾ, റെവലേഷനുകൾ, ഇമാജിനേഷനുകൾ, ഇൻസ്പിറേഷനുകൾ. അതെല്ലാം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. അങ്ങനെയാ അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ. ഞാൻ ആ കൊമ്പ് കണ്ടപ്പോ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എന്താ ഈ കൊമ്പ്? അപ്പൊ ചിലപ്പോ ഉത്തരം നമുക്ക് ആ സമയത്ത് ചെവി കേൾക്കാനോ മനസ്സിൽ തോക്കാനോ കിട്ടിയില്ല. പക്ഷെ അടുത്തൊരു ദർശനം വരും. ഒരു നല്ല ആമേൻ പറയാവോ? പെട്ടെന്നൊരു വാക്യം ഓർമ്മ വരാം. യേശു മുന്തിരിച്ചെടിയും ഞാനതിന്റെ ശാഖകളുമാണ്. ഒരു വാക്യം ഓർമ്മ വരാം. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റ്. കർത്താവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവോ? ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞാൽ അടുത്ത ആൻസർ വരും. നിങ്ങൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. Come on, shout hallelujah. നിങ്ങൾക്ക് വേണ്ടവർ സ്വീകരിച്ചോണം. നിങ്ങളുടെ തലയിൽ ഒന്ന് കൈവച്ചോ. ലോർഡ്, ഒരു പ്രാവചനിക ശബ്ദത്തിൽ നിന്നുകൊണ്ട്, പ്രവാചകൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ ദൈവശബ്ദം കേൾക്കുന്ന ആ ആത്മാനുഭവത്തെ ഞാൻ അൺലോക്ക് ചെയ്യുകയാണ്, അതിനെ തുറക്കുകയാണ്. ഇന്നു മുതൽ ഇവരെ കേൾക്കാൻ തുടങ്ങട്ടെ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഇന്നു മുതൽ നിങ്ങൾ ചിലത് കേൾക്കാൻ തുടങ്ങും. ഞാനൊരു പ്രവാചക ഓഫീസിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ദൂത് അറിയിക്കുക. ഇന്നു മുതൽ നിങ്ങൾ ചിലത് തുറന്നിടും. Come on, come on. ചേർന്ന് ഹല്ലേലൂയ പറ. Come on എന്ന് പറഞ്ഞാൽ നീ ആ കൊമ്പ് കാണുമ്പോ സ്വർഗത്തിൽ ഒരു ആത്മീയ പോർട്ടൽ തുറക്കുകയാ. എന്ന് പറഞ്ഞ ദൈവവും നീയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു വാതിൽ തുറന്ന ദിവസമാണ് ആ കണ്ട ദിവസം. അത് ചെറുതല്ല. ഓ, ആരാധിക്കുന്നവർ ആരാധിച്ചേ. എനിക്ക് കുറച്ചു നേരം ആരാധിക്കാനാ തോന്നുന്നത്. യേശുവേ എന്ന് വിളിച്ചേ. യൂട്യൂബിൽ എന്നെ കാണുന്ന ആളുകൾ, receive your miracle, receive your prophetic word, receive it now. ഇന്നു മുതൽ ആ പോർട്ടൽ തുറന്നു വരും. 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 നിങ്ങൾ എത്ര നിസാരമായിട്ടാണ് ഞാൻ ഒരു കമ്പ് കണ്ടു, ഒരു ചെടി കണ്ടു എന്ന് പറഞ്ഞെന്നറിയോ? പക്ഷെ സ്വർഗം തൻ്റെ ശിശുവിനെ ഒരു ആപ്പിളിന്റെ ചിത്രം കാണിക്കുകയായിരുന്നു. ആപ്പിൾ എന്ന് സ്വർഗം പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായത്, ഞാൻ അങ്ങേരെ പോലെ കണ്ടില്ലല്ലോ, അങ്ങേരെ പോലെ വിളിച്ചില്ലല്ലോ, ജോൺ ബ്രദർ ആണെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞേനല്ലോ, ഞാൻ അങ്ങനെ കണ്ടില്ലല്ലോ. ഏതെങ്കിലും ശിശു വാ തുറന്നിട്ട് ജോൺ ദാരു എന്ന് പേര് വിളിക്കാറുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ചില ആളുകളുടെ മേൽ ദൈവം വരങ്ങൾ നൽകാം.
വരങ്ങൾ നൽകുന്നത് ദൈവത്തിന്റെ കൃപയാ. അങ്ങനെ ചില ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന, എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ആത്മസ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ദർശനങ്ങൾ കാണും. ഇന്നു മുതൽ നിങ്ങൾ പ്രവചനങ്ങൾ കേൾക്കും. ഇന്നു മുതൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ഈ ദിവസം നിങ്ങളുടെ മാറ്റിമറിച്ച ദിവസമായിരിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ വാതിലുകൾ തുറക്കും. സ്പിരിച്വലായ ഓപ്പണിംഗ് ഉണ്ടാകും. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. റബലക റബലക സലബറകല. Are you listening? Yes. അപ്പോ ഞാൻ കണ്ട കൊമ്പ് ഒരു ശിശുവിനെ സ്വന്തം അപ്പ സ്വന്തം അമ്മ സംസാരിക്കാനുള്ള വാക്കുകൾ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഹാർട്ട് എന്ന് പറയുമോ, ഞാനിത് മറ്റൊരാളും ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. പക്ഷെ when I was with God, കർത്താവ് എന്നോട് ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുമോ, സ്വർഗത്തിന് എത്ര ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കാണുന്ന ദർശനങ്ങൾ ഈ വിധത്തിൽ ആണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ. എല്ലാവരും പറഞ്ഞ് ദൈവത്തിന്റെ ലാംഗ്വേജുകളാണ് ദർശനങ്ങൾ. എന്ത് പറയുക? ഭാഷ പഠിപ്പിക്കുക. നിങ്ങൾ അടുത്ത അറിയാവുന്ന യെരമ്യാവ് അടുത്ത എന്താ കണ്ടതെന്ന്? യെരമ്യാവിനോട് ചോദിച്ചു, നീ ഇനി അടുത്ത എന്താ കാണുന്നേ? അവൻ പറഞ്ഞു, ഞാനൊരു കലയിരുന്ന് തിളയ്ക്കുന്ന കാണുന്നു. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് ശരിയാ, ഇന്നലെ രാത്രിയിൽ പാല് തിളച്ചു പോയായിരുന്നു, അതാ ഇപ്പൊ കാണുന്നേ. കണ്ണടച്ചപ്പോഴേ കണ്ട് പാല് തിളച്ചു പോകുന്നു. ഇന്നലെ ഞാൻ അരി ഇട്ടപ്പോൾ കുറച്ച് വെള്ളം പോയി ചാടിയായിരുന്നു, അതേപോലെ തിളയ്ക്കുന്ന കാണുന്നേ. അരിയുടെ പാത്രം കിടുക്കിടുക്കിടാന്ന് അടിക്കുന്നേ. യെരമ്യാവ് കണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയ വലിയ കാര്യമല്ല. പുതിയ നിയമത്തിന്റെ സകല രഹസ്യങ്ങളും ശക്തമായി വിളിച്ചു പറഞ്ഞ യെരമ്യാവ് കണ്ടത് ആദ്യം ഒരു കൊമ്പും ആദ്യം ഒരു കലവും. പക്ഷേ അതോടുകൂടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്ഡ് ആയി. രണ്ടാമത്തെ ദർശനത്തിനകത്ത് അവനൊരു അനുഭവം ഉണ്ടായി. അത് വടക്ക് ഭാഗത്താണ് കാണുന്നതെന്ന് മനസ്സിലായി. തോന്നുവോ? ദർശനം കാണുമ്പോ അത് വടക്കിരിക്കുന്നു തെക്കിരിക്കുന്നു നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അവന് തോന്നുക അത് വടക്കാണെന്ന് തോന്നുക. എല്ലാവരും പറ. ദർശനം കാണുമ്പോൾ നിങ്ങളുടെ തോന്നലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചില ആളുകളൊക്കെ പേപ്പറിൽ എഴുതി വെച്ചേക്കുക, തീപ്പെട്ടി കണ്ടു, മാങ്ങ കണ്ടു, ചക്ക കണ്ടു, കോഴി കണ്ടു, താറാവ് കണ്ടു, മിഠായി കണ്ടു. എഴുതി വെച്ചോ. നിങ്ങൾ കണ്ടതൊക്കെ ശരിയാണ്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ ദൈവത്തോട് എന്ത് ചോദിക്കണമായിരുന്നു? കർത്താവേ, എന്താ ഈ ചക്ക എൻ്റെ തലയിൽ എങ്ങാനും വീഴാനുള്ളതാണോ? കളിയാക്കിയതല്ലെന്നേ, സീരിയസ്ലി. എന്താ ഈ ചക്ക? അപ്പൊ കർത്താവിന് പറയും, പെട്ടെന്ന് ഇങ്ങനെ തോന്നുവാ, ചക്കയ്ക്കകത്തുള്ളതുപോലെ ചൊളകൾ മറ്റൊരു ഫ്രൂട്ടിലും ഇല്ല. ഇത്ര വലിയ ഫ്രൂട്ടായാലേ ഇത്. ഫോളോയിങ് മീ? ഓ, ഇത്രയും വലിയ ഫലമുള്ള ആളായി എന്നെ അപ്പൊ ദൈവം മാറ്റാൻ പോവാണല്ലേ. സോ സിമ്പിൾ. വലിയ മനസ്സിലാവുന്നു. പക്ഷെ ചക്ക ചക്ക എന്തോന്ന് ചക്ക? ആര് ചക്ക? ഏത് ചക്ക? ആരുടെ വീട്ടിലെ ചക്ക? അങ്ങനെയല്ല. ആ ചക്കയോട് സംസാരിക്കണം. സത്യത്തിൽ ഇത് കാണുമ്പോൾ വാതിലടച്ചിട്ടേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ ആളുകൾ പറയും വട്ടാന്ന് ഉറപ്പാണ്. ചക്ക കാണുമ്പോൾ എന്തിനോട് സംസാരിക്കണം? ചക്കയോട് സംസാരിക്കണം. പറ. ചക്കയോട് സംസാരിക്കണം. അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കും, എന്റെ ദൈവമേ, എന്തോന്ന് ചക്ക, ഇവിടെ എന്തോ ഈ പറയുന്നേ.
അങ്ങനെ പറയാം. നമ്മൾ എന്താകാൻ വേണ്ടി ഇരിക്കാന്നറിയോ? ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പ്രാർത്ഥിക്കുക. എന്നെ അതിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കർത്താവ്. എനിക്ക് കിട്ടിയതെല്ലാം ഇവിടെ ഒന്ന് വിളമ്പുവാ ഞാൻ ചെയ്യുന്നത്. ഏറ്റവും ലോവർ സ്റ്റാൻഡേർഡിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ലഭിക്കുന്ന ആ ബോധ്യത്തിൽ നിങ്ങളോട് പങ്കുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ ഡൈല്യൂട്ട് ചെയ്തതാ ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നില്ലേ എനിക്കും എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന്? നിങ്ങളുടെ കയ്യടി കേട്ടാലും കൊള്ളാം. എനിക്കും ചേർന്ന് ചെല്ലാൻ പറ്റൂ. ഞാൻ അവിടെ എത്തുമെന്ന് തോന്നുന്നവരെന്ന് കൈയടിച്ച് അവരെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, സുശേഷകർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഓ, കടലിരമ്പുന്നത് പോലൊരു ശബ്ദം കേൾക്കാം. അത് പ്രവചനത്തിന്റെ ശബ്ദമാണ്, ദർശനത്തിന്റെ ശബ്ദമാണ്. ഒരാളൊരു സ്വപ്നം കണ്ടു. 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നമ്മളെല്ലാവരും കൂടെ കറ്റ കെട്ടുകയായിരുന്നു എന്ന് പറഞ്ഞ കുറച്ച് നെല്ലെടുത്ത് അതിനെ ചുറ്റി ഒരു കറ്റയാക്കി. പക്ഷെ എൻ്റെ കറ്റ ഇങ്ങനെ നിവർന്നു നിന്നു. ഞാനാണെങ്കിൽ പറഞ്ഞേനെ, ഇന്നലത്തെ കാർട്ടൂണിന്റെ ചിത്രം കണ്ടത് തലേ കയറി. എന്താണ് പറഞ്ഞേനെ? ടോം ആൻഡ് ജെറി തലേ കയറി തന്നെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? കാർട്ടൂൺ സിനിമ പോലെ ഇരിക്കും. കണ്ടോ, നെല്ലുകളെല്ലാം കൂടെ കറ്റ എങ്ങനെ എഴുന്നേറ്റ് വെക്കുന്നു, ബാക്കി കറ്റ എല്ലാം സെല്യൂട്ട് ചെയ്യുന്നു. എനിക്ക് കുനിയാൻ വയ്യ, തല കുനിയുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും ഗൗരവമായി കാണുമോ? നിങ്ങളുടെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും അതിനെ ഗൗരവമായി കാണുമോ? പക്ഷേ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാനുള്ള രാജാവ് ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ്. ഓ, ലവ് യു ലോർഡ്. എന്നോട് സ്വർഗം പറഞ്ഞു, ജോണേ, ഞാൻ നിന്റെ ജനത്തോട് സംസാരിക്കാഞ്ഞിട്ടല്ലടാ, ഞാൻ എൻ്റെ ജനത്തിനോട് സംസാരിക്കാഞ്ഞിട്ടല്ല, അവർക്ക് ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജ് അറിയത്തില്ല. സങ്കടത്തോടെ പറയുന്നേ കേട്ടോ, നിങ്ങൾക്ക് അവൻ്റെ ലാംഗ്വേജ് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആ ലാംഗ്വേജിലേക്ക് വളരാൻ തുടങ്ങിയാൽ നിങ്ങൾ ശിശുത്വം വിട്ടോ മച്യൂരിറ്റിയിലേക്ക് വളരാൻ തുടങ്ങും. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ ദർശനങ്ങൾ കാണാറുണ്ട്, ദൈവജനത്തിലൂടെ സംസാരിക്കാറുണ്ട്, പലതും കർത്താവിൻ്റെ ഭാഷയിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. അതിനെ മനസ്സിലാക്കാൻ കഴിയുക, അതിൻ്റെ അടുത്ത പടിയിലേക്ക് ഉയർന്നു വരിക. അതാണ് എൻ്റെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അവിടെയാണ് അനുഭവിക്കുന്നത്. കർത്താവ് നിങ്ങളെ ആ വിധത്തിലേക്ക് ഉയർത്തട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. അമ്മയുടെ പേര് രത്നമ്മാൾ എന്നാണ്. വട്ടപ്പാറയിൽ നിന്നാണ് അമ്മ വരുന്നത്. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് അമ്മയ്ക്ക് കടുത്ത പനിയും ചുമയും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ന്യൂമോണിയ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞത് ആ സമയം തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ ആ സമയം ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകിയെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഫാമിലിയിൽ കർത്താവ് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളാണ് ആന്റിക്ക് പറയാനുള്ളത്. ആന്റിയുടെ പേര് ബീന എന്നാണ്. ശ്രീകാര്യം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നഷ്ടമായ അവയവത്തെ കർത്താവ് തിരിച്ചു നൽകിയ ഒരു അത്ഭുത സാക്ഷ്യമാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. 13 വർഷമായിട്ട് ആന്റിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ടായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. 2021 ആന്റിക്ക് പെട്ടെന്ന് ഷുഗർ കൂടി അത് കിഡ്നി അഫക്റ്റ് ചെയ്തു. ക്രയാറ്റിന്റെ അളവ് 9% ഡോക്ടേഴ്സ് എമർജൻസി ആയിട്ട് ഡയാലിസിസ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ക്രയാറ്റിൻ നോർമലായി, കൂടാതെ കിഡ്നിക്ക് ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു. 13 വർഷമായിട്ടുണ്ടായിരുന്ന ഷുഗറും
പ്രഷറും കൊളസ്ട്രോളും എല്ലാം നോർമൽ ആയിരുന്നു ആണ് ആന്റി പറയുന്നത്. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാം. അവന് സംഗീതമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും എൻ്റെ ദൈവമാണ്, എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ഒരാൾ സൗഖ്യമാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അതേ മേഖലയിലുള്ള ആളുകളെ ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നൊരു ചുണയായി കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. നമുക്ക് ഈ സമയത്ത് യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ, ഈ സമയത്ത് ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവർ, കിഡ്നി പ്രോബ്ലം ഉള്ളവർ, അവിടേക്ക് കൈകളൊന്ന് വെച്ച് ഇതേ സൗഖ്യം നിങ്ങളും നിങ്ങളുടെ ശരീരങ്ങളിൽ ഇപ്പോൾ അനുഭവിക്കട്ടെ. ആ പാൻക്രിയാസ് നോർമൽ ആകട്ടെ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ആ വയറ്റിലേക്ക് കൈവച്ചിട്ട് പറയാൻ എൻ്റെ പാൻക്രിയാസ് നോർമൽ ആകുന്നു വിശ്വസിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്നെ കാണുന്ന, യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, ഇപ്പോൾ ഹല്ലേലൂയ പാൻക്രിയാസ് നോർമൽ ആകട്ടെ, കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ, പ്രഷർ നോർമൽ ആകട്ടെ, തങ്ങൾ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരട്ടെ, കിഡ്നി ഫംഗ്ഷനുകൾ നോർമൽ ആകട്ടെ. കർത്താവ് നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി കർത്താവ്. ഒരാൾക്ക് നീ സൗഖ്യം കൊടുത്തതുപോലെ ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവിക സൗഖ്യത്താൽ നിറയട്ടെ. താങ്ക് യു ജീസസ്. സന്തോഷത്തോടെ പോയട്ടെ. ഇരുന്നാട്ടെ മറ്റുള്ളവർക്ക് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താട്ടെ, നിങ്ങളുടെ പാൻക്രിയാസ് പരിശോധിച്ചാട്ടെ. കർത്താവ് സൗഖ്യമാക്കി എന്ന് ബോധ്യമുള്ളവർ ഒന്ന് സാക്ഷ്യം പറഞ്ഞാട്ടെ. രണ്ടാമത്തെ സാക്ഷി ആന്റിയുടെ ഹസ്ബൻഡ് സ്വന്തമായിട്ട് ഒരു പിക്കപ്പ് വാൻ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് അത് നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ആമേൻ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ദൈവം നൽകിയ നന്ദിക്കായി നന്ദി പറയാനുണ്ട്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 22 ദിവസം വരെ ആന്റിക്ക് നഷ്ടപ്പെട്ട ഉറക്കത്തെ കർത്താവ് തിരിച്ചു നൽകിയ ഒരു വലിയൊരു അത്ഭുത സാക്ഷ്യം. 22 ദിവസം വരെ നഷ്ടമായ ഉറക്കത്തെ കർത്താവ് തിരിച്ചു 22 ദിവസമായിട്ട് ഉറക്കമില്ലായിരുന്നു. ഒരു അത്ഭുത സാക്ഷിയാണ് ആന്റിക്ക് പറയാനുള്ളത്. 2023 നവംബർ മാസം ആന്റിക്ക് പെട്ടെന്ന് 22 ദിവസം വരെ ഉറക്കം നഷ്ടമായി എന്നാണ് പറയുന്നത്. ആ മാസത്തെ ഡെലിവറൻസ് ക്യാമ്പിന് പങ്കെടുത്തു, ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ആന്റി പറയുന്നത് 22 ദിവസം വരെ നഷ്ടമായ ഉറക്കത്തെ കർത്താവ് തിരികെ നൽകി എന്നാണ്. ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. 22 ദിവസം ഉറങ്ങിയില്ല. സന്തോഷത്തോടെ പോവാം. ബ്രദർ കഴിഞ്ഞ 32 വർഷത്തോളമായിട്ട് ലഭിക്കത്തില്ല എന്ന് കരുതിയിരുന്ന വസ്തു ഈ മകന്റെ പേരിലേക്ക് ലഭിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് അംബിക, മകന്റെ പേര് വിഘ്നേഷ്. പൂജപ്പരയിൽ നിന്നാണ് ഇവർ വരുന്നത്. കഴിഞ്ഞ 32 വർഷത്തോളമായിട്ട് സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള വസ്തു ലഭിക്കാതെ ഇരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത് കഴിഞ്ഞ 2 മാസം മുൻപുള്ള ഡെലിവറൻസ് മീറ്റിംഗിൽ ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരമ്പര്യമായി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള അവകാശങ്ങൾ ഈ നാളുകളിൽ കർത്താവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞു. ആന്റി പറയുന്നത് അത് വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്തു. ഈ നാളുകളിൽ ഈ മകന്റെ പേരിലേക്ക് ആ വസ്തു എഴുതിയെന്നാണ് സാക്ഷ്യം എഴുതുന്നത്. 32 കൊല്ലമായിട്ട് നഷ്ടമായെന്ന് കരുതുന്നത് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ കാര്യം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലുതാണ്. കർത്താവിന്റെ കൃപയ്ക്കായി നന്ദി പറയാം. ആ പാഠശാലയിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നതോർത്ത്, ആ പാഠശാലയിലെ പലതും നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ ലൈഫിലും കർത്താവ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നത് അതൊരു അനുഗ്രഹമാണ്. അതൊരു സാധാരണ വ്യക്തികൾക്കുണ്ടാകുന്ന കാര്യമല്ല, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവമാണ്. നമ്മൾ എത്രയോ ഭാഗ്യമുള്ള വ്യക്തികളാണ്. കർത്താവ് നിങ്ങളെ ഓരോ നിമിഷവും വളർത്തട്ടെ, ഓരോ ദിവസവും അവൻ്റെ കൃപയിൽ വളർത്തട്ടെ. നമുക്കിനിയും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ, അല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. ഈശോബ ഒത്തിരി കൺഫ്യൂഷനോടെ തൻ്റെ ലൈഫിൻ്റെ ഭാവിയെക്കുറിച്ചിട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് ഇടപെടുകയാണ്. ബി വിത്ത് ഗോഡ്. കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ, ദൈവസ്നേഹത്തിലായിരുന്നാട്ടെ. ആ ശബ്ദത്തെ ഒന്ന് കേട്ടാട്ടെ. എന്താണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിനെ ഒന്ന് ഗ്രഹിച്ചാട്ടെ. എല്ലാ ടെൻഷനും എല്ലാ കൺഫ്യൂഷനുകളും
അത് മാറുന്ന ദിവസങ്ങളാണിത്, അത് മാറുന്ന ദിവസങ്ങളാണിത്. ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. കർത്താവെ, അതോടൊപ്പം രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നും മസിലുകൾക്ക് വേദനയാണ്. പ്രത്യേകിച്ച് കാലിൻ്റെ മസിലുകൾക്ക് കർത്താവെ, ആ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിലൊരു സൗഖ്യമപ്പാ. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മസിൽ പെയിൻ മാറിപ്പോകട്ടെ അപ്പാ, മസിൽ പെയിൻ മാറിപ്പോകട്ടെ അപ്പാ. കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അതോടൊപ്പം തന്നെ യേശുപിച്ച ജോയിൻസിന് വേദനയായിരിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ജോയിൻസ് പെയിൻ മാറിപ്പോകട്ടെ. എല്ലുകളുടെ തേയ്മാനം കർത്താവെ, ജോയിൻസിനുണ്ടായിരിക്കുന്ന വേദനകൾ കർത്താവെ, അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ഇവർ ചോദിക്കുന്ന വിഷയത്തിന്മേൽ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഒരു പടി കൂടെ കർത്താവിൻ്റെ സ്നേഹത്തിലും ആത്മീയ നന്മയിലും വളരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.